എന്താ ജഗദീഷ് ചേട്ടനൊരു ടെൻഷൻ പോലെ? ടെൻഷൻ പോലെയല്ല, ടെൻഷൻ തന്നെ. ആ, എന്തിനാ ഇത്ര അസ്വസ്ഥത എന്നായിരിക്കും നീ ഇപ്പൊ ചോദിക്കാൻ പോകുന്നത്. അതെനിക്കറിയാം. കാരണം നിനക്കൊന്നും ബന്ധങ്ങളുടെ വില മനസ്സിലാവില്ലല്ലോ. ബന്ധങ്ങളുടെ വിലയൊക്കെ എനിക്ക് മനസ്സിലാവും. ആ പിന്നെ നല്ല ഒന്നാന്തരം വലിയ രണ്ട് മനുഷ്യരുടെ മകളല്ലേ നീ. ഒരാങ്ങളെ ഉള്ളതാണെങ്കിൽ ഇങ്ങനെ കൂടപ്പിറപ്പിനെ സ്നേഹിക്കുന്ന ഒരു മുതല്. സ്വന്തം പെങ്ങളോടുള്ള സ്നേഹം മൂത്ത് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ കയറി ആ കുടുംബം അലങ്കോലമാക്കിയ മഹാൻ. ഇതൊക്കെ 1000 പ്രാവശ്യം പറഞ്ഞതല്ലേ ജഗദീഷ് ചേട്ടാ? എടീ, എത്ര തവണ പറഞ്ഞെന്ന് പറഞ്ഞാലും കുടുംബത്തിനേറ്റ മാനക്കെടുന്ന് മാറുകയല്ല. എനിക്ക് അവരെന്റെ സ്വന്തം ഏട്ടത്തിന്റെയും മകളുമാണ്. ഏട്ടന്റെ മകൾ എനിക്ക് എന്റെ സ്വന്തം മകള് തന്നെയാണ്. എന്റെ അശ്വിനെ അതിഥിയം പോലെ. ഈ വീട്ടിലുള്ളവർക്കൊക്കെ സെൻസ് ഇല്ലാതെ പോയതാ എന്റെ സംശയം. മതിയായ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നെങ്കിൽ അത് മനസ്സിലാക്കാം. ഇത് ഒരു കാരണമില്ലാതെയാ ആ കൊച്ചിനെ അവിടെ ഇറക്കി വിട്ടത്. അങ്ങനെ ഇറക്കി വിട്ടൊന്നുമല്ല, അഹങ്കാരം കാണിച്ച് ഇവിടുന്ന് ഇറങ്ങി പോയതാ. തന്നിഷ്ടം. ഇങ്ങനെ തന്റെ ഒന്നും ആർക്കും പാടില്ല. ഇനി എന്തെങ്കിലും പറഞ്ഞ് വഴക്കിട്ടാലും അമ്മ അവളുടെ മുത്തശ്ശിയല്ലേ? എടീ, നീ ഈ കാര്യത്തിൽ എന്റെ അമ്മയെ ന്യായീകരിക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഈ വീട് വിട്ടിറങ്ങിപ്പോയ രണ്ടുപേരും നിന്റെ നമ്പർ 1 ശത്രുക്കളാ അല്ലേ? അവരെന്റെ ശത്രുക്കളാണെന്നൊക്കെ ഓരോരുത്തരും പറഞ്ഞുണ്ടാക്കുന്നതാ. ഞാൻ അമ്മയുടെ ഭാഗം ചേർന്ന് പറഞ്ഞത് അമ്മയുടെ ഭാഗത്ത് ന്യായമുള്ളോണ്ടാ. പ്രായമായിട്ട് വരുന്നോണ്ടായിരിക്കും. അമ്മയുടെ തിരിച്ചറിവുകള് പലതും തെറ്റാ. എന്തായാലും അവര് രണ്ടുപേരും ഇനി തിരിച്ചു വരൂല എന്നുള്ള കാര്യം ഉറപ്പാ. സത്യത്തിൽ ഞാനും ജഗദീഷ് ചേട്ടനൊക്കെ സന്തോഷിക്കാ വേണ്ടത്. അവര് രണ്ടുപേരും ഇവിടുന്ന് പോയതോടെ ഇവിടുത്തെ സ്വത്തുക്കളുടെ വലിയൊരു ഭാഗം നമുക്കും നമ്മുടെ പിള്ളേർക്കുമായിട്ട് ഇങ്ങോട്ട് പോരില്ലേ? പിന്നെ വസ്തുക്കളെ രണ്ടായിട്ട് ഭാഗിച്ചാ പോരെ? തല്ലി തല്ലി ഞാൻ തന്നെ നാണം കെട്ട്. നീയൊക്കെ എന്തൊരു ജന്മമാണടി. ഞാൻ മനസ്സിലുള്ളത് അറിയാതെ പറഞ്ഞു പോയതാ. എടീ, നിന്റെയൊക്കെ മനസ്സിലുള്ളത് ഇതൊക്കെ തന്നെയാണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല.